വീണ്ടും ഒരോണക്കാലം വരവായി. സന്തോഷങ്ങളിൽ പലതും ഓർമ്മച്ചപ്പുകളിൽ ഒതുക്കി വച്ചിട്ട് ജീവിത പ്രാരാബ്ദങ്ങളുടെ നേർചിത്രങ്ങളും നോക്കി അങ്ങനെ ഞാൻ നിന്നു. പക്ഷേ മനത്താളുകളിലെ മാഞ്ഞ ചിത്രങ്ങൾ ഗൃഹാതുരത്വമെന്ന അത്ഭുത കലാകാരൻ തെളിമയോടെ പുനഃസൃഷ്ടിച്ച് എൻ്റെ മുന്നിലേക്ക് നിരത്തിയിട്ടു. പുഞ്ചപ്പുൽച്ചെടി അടുക്കിക്കെട്ടി, മേലാസകലം മൂടി, മാവേലി വേഷം കെട്ടി, ഉപ്പേരിക്കും ചില്ലറത്തൊട്ടുകൾക്കും വേണ്ടി ആടിത്തിമിർത്ത കുട്ടിക്കാലം, സുന്ദര ബാല്യകാലം. ചെവിയിൽ ഓണത്താളം പെരുക്കുന്നു. വീക്കൻ ചെണ്ടയുടെ ആ പഴയ മാസ്മരനാദം എങ്ങി നിന്നോ ഓണത്തോണിയേറി മന്ദം ആടി ഒഴുകി വരുന്നത് പോലെ. കേട്ടിട്ടില്ലേ ഈ നാദവീചികൾ? ഓണം വന്നേ മാവേലി വന്നേ, മാവേലി വന്നേ ഓണം വന്നേ, എന്തിനു വന്നേ നാടു കാണാൻ, ആരുടെ നാട് മാവേലി നാട്, മാവേലി മന്ന ഓണത്തപ്പ, ഓണം വന്നേ മാവേലി വന്നേ. ഓർമ്മ പുസ്തകത്തിൻ്റെ പഴന്താളിൽ വർണ്ണപ്പൂക്കളം വാരിവിതറി ഓണപ്പാട്ടിൻ്റെ ആത്മാവെന്ന് വിളിക്കുന്ന സുന്ദരമായ മറ്റൊരു ഗാനം തെക്കേ മുറ്റത്തെ വരിക്കമാവിൻ കൊമ്പിലെ ഊഞ്ഞാലിനൊപ്പം ചിങ്ങക്കാറ്റിൽ ചാഞ്ചാടിയെത്തി. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും, ആധികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, 10,000 ആണ്ടിരിപ്പതെല്ലാം 10,000 നിറവതല്ലേ. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ എല്ലാ വിളകൾക്കുമെന്ന പോലെ നെല്ലിനും 100 വിളവതെന്നും, ദുഷ്ടരെ കൺകൊണ്ടു കാൺമാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ഇല്ല പാരിൽ. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആലയമൊക്കെയും ഒന്നുപോലെ, ഭൂലോകമൊക്കെയും ഒന്നുപോലെ, നല്ല കനകം കൊണ്ടെല്ലാവരും നല്ല ആഭരണമണിഞ്ഞ കാലം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ നാരിമാർ ബാലന്മാർ മറ്റുള്ളോരും നീതിയോടെങ്ങും വസിച്ച കാലം, കള്ളവുമില്ല ചതിവുമില്ല, എള്ളോളമില്ല പൊളി വചനം, പൊളി വചനം. നാരിമാർ ബാലന്മാർ മറ്റുള്ളോരും നീതിയോടെങ്ങും വസിച്ച കാലം, കള്ളവുമില്ല ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം, പൊളിവചനം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ നാരിമാർ ബാലന്മാർ മറ്റുള്ളോരും
നീതിയോടെങ്ങും വസിച്ച കാലം, കള്ളവുമില്ല ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിന് തുല്യമല്ലോ. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല, ഒന്നുമില്ല. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നല്ല മഴ പെയ്യും വേണ്ടും നേരം, നല്ല പോലെല്ലാ വിളയും ചേരും. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ഒന്നുപോലെ. എത്ര മധുരമായ ഈ ഗാനം! ഈ ഗാനമില്ലാതെ എന്തോണം? അങ്ങനെ ഇരിക്കെ ഫോൺ റിങ് ചെയ്തു. റിംഗ് ടോൺ ഓണപ്പാട്ട് തന്നെ. 1998 തരങ്ങിണി കാസറ്റിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ഒരുക്കിയ ദാസേട്ടനും സുജാതയും പാടിയ ജനപ്രിയ മാസ്മര ഗാനം. അത് കേട്ട് ഓർമ്മയിൽ നിന്ന് ഞാൻ ഉണർന്നു. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നുരയിടുമഴകിൽ നമുക്കു തുഴയാം അമ്പിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി. ഞാൻ ഫോണെടുത്തു. മറുതലക്കിൽ നിന്ന് കൂട്ടുകാരൻ്റെ സന്തോഷ സ്വരം കേട്ടു. ടിക്കറ്റ് ഓക്കെ. വിമാനത്തിലും ട്രെയിനിനും ബസ്സിലും ടിക്കറ്റിന് പൊള്ളുന്ന വിലയാണ്. മലയാളിയുടെ ഓർമ്മക്കൊതിയെ പിടിഞ്ഞു രസിക്കുന്നവർ. പണക്കൊതിയന്മാരോട് അല്പം വെറുപ്പ് തോന്നി. കുഞ്ഞുനാളിൽ ഓണത്തിൻ്റെ ഒരുക്കുകൾ ചെയ്യുന്നതിനിടെ അമ്മയോട് ഞാൻ ചോദിച്ചു, ആരാണമ്മേ മാവേലി? അത് കേട്ട് ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങുന്ന ആ പരമ്പര അമ്മ വിശദമായി പറഞ്ഞു തന്നു. ബ്രഹ്മാവിൻ്റെ പുത്രൻ മരീചി, മരീചിയുടെ പുത്രൻ കശ്യപ പ്രജാപതി, കശ്യപൻ്റെ പുത്രന്മാർ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ പ്രഹ്ലാദൻ, പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചനൻ, വിരോചനൻ്റെ പുത്രൻ മഹാബലി, മഹാബലിയുടെ പുത്രൻ ബാണാസുരൻ. മഹാബലി നർമ്മദാ നദിയുടെ കരയിൽ 12 വർഷം നീണ്ട വിശ്വജിത്ത് യാഗം നടത്തി. മഹാജ്ഞാനിയും പ്രജാക്ഷമ തൽപരനുമായിരുന്നു അദ്ദേഹം. ഇന്ദ്രസേനൻ എന്നായിരുന്നു മഹാബലിയുടെ പേര്. യാഗം പൂർണ്ണമായാൽ ഇന്ദ്രപദം ലഭിക്കും. ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. യാഗവിഘ്നം വരുത്തി ഇന്ദ്രപദം സംരക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അസുരനെങ്കിലും ഉത്തമ വിഷ്ണുഭക്തനായ ഇന്ദ്രസേനൻ വിഷ്ണുപാദം പ്രാപിക്കുന്നതിന് കഠിനമായ പ്രാർത്ഥന ചെയ്യുന്നുണ്ടായിരുന്നു. അതറിയാമായിരുന്ന മഹാവിഷ്ണു ദേവേന്ദ്രൻ്റെ ആവശ്യം അംഗീകരിച്ചു. മഹാബലിയുടെ പത്നി വിന്ധ്യാവലി ഹിമവൽപുത്രിയും തികഞ്ഞ ഈശ്വരഭക്തയുമായിരുന്നു. മഹാബലിയുടെ വിശ്വജിത്ത് യാഗവേദിയിലേക്ക് വാമനൻ കടന്നു വന്നു. യാഗവേദിയിലേക്ക് കടന്നു വന്ന മഹാതേജസ്വിയെ അസുരഗുരു ശുക്രാചാര്യർക്കും മഹാജ്ഞാനി മഹാബലിക്കും മനസ്സിലായി. വിശ്വജിത്ത് യാഗവേദി ആയതിനാൽ വൈജ്ഞാനിക സമൂഹം വേദിയിൽ ഇരിപ്പുണ്ടായിരുന്നു. വാമനനോട് മഹാബലി ആഗമനോദ്ദേശം ചോദിച്ചു.
സന്യാസിയായ തനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി സ്ഥലം വേണം. വാമനൻ തൻ്റെ ആവശ്യം അറിയിച്ചു. അസുരഗുരുവിന് കാര്യം മനസ്സിലായി. വാങ്മയനാണ് വാമനൻ, വായു മനമാക്കിയവൻ എന്ന് വിശേഷിപ്പിക്കാം. ഉച്ചരിക്കുന്ന ഓരോ വാക്കിലും ബഹുവിധ അർത്ഥം കൽപ്പിക്കുന്ന വിശ്വവിജ്ഞാനിയാണ് വാമനൻ. ഇന്ദ്രസേനൻ എന്ന ബലിചക്രവർത്തിയുടെ ഭൂവാസം, അതായത് ജീവിതം അവസാനിച്ചുവെന്ന് ശുക്രാചാര്യർക്ക് മനസ്സിലായി. 3 അടി എന്നാണ് ചോദിച്ചതെങ്കിലും ഇവിടെ 3 അടി സ്ഥലം എന്നതിൻ്റെ അർത്ഥം 3 അടി മണ്ണ് എന്നല്ല, മഹാബലിയുടെ ആത്മചക്രത്തിൻ്റെ ഭൂതം, വർത്തമാനം, ഭാവി എന്നുള്ള ജീവവാസം എന്നാണ് അർത്ഥമാക്കിയതെന്നും അത് അളക്കുവാനുള്ള 3 ചുവട്, 3 നിഴൽ അടി, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ 1.5 നാഴിക നേരം വേണം എന്ന സാരം ശുക്രാചാര്യരിൽ സന്നിവേശിക്കപ്പെട്ടു. 60 നാഴികയാണ് ഒരു ദിവസം, 2.5 നാഴിക 1 മണിക്കൂർ, 3 നിഴലടി 3/4 മണിക്കൂർ. ക്ഷേത്രങ്ങളിലെ പന്തീരടി പൂജ ഈ അടിസ്ഥാനത്തിലാണ്. ഉദയം 6 മണിയെന്ന് കണക്കാക്കി 12 അടി നിഴൽ എത്തുന്ന സമയം ഏകദേശം രാവിലെ 9 മണി. സമയം കണക്കാക്കുവാൻ പഴമക്കാർക്ക് ഘടികാരമില്ലായിരുന്നുവല്ലോ. ഇരുന്ന് പ്രവർത്തിക്കുവാൻ 3 അടി സ്ഥലം എന്നതുകൊണ്ട് മഹാബലിയുടെ വിജ്ഞാനം അളന്ന് തോൽപ്പിക്കുവാൻ 1.5 നാഴിക നേരമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന മഹാവാച്യാർത്ഥം ശുക്രാചാര്യർ മനസ്സിലാക്കി. മഹാബലി തോൽക്കുക എന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുകയില്ല, ജീവൻ വെടിയും. ഇതറിയാവുന്ന ഗുരു മഹാബലിയെ തടയുവാൻ ആവോളം ശ്രമിച്ചു. കൊടുത്ത വാക്കിൽ നിന്ന് അണുവിടമാറുവാൻ മഹാബലി തയ്യാറായില്ല. വാദപ്രതിവാദങ്ങൾക്കായി അവർ യാഗവേദിയിൽ ഉപവിഷ്ടരായി. സർവമംഗളത്തിനായി കമണ്ഡലുവിൽ നിന്നും തീർത്ഥം പകർന്ന വാമനൻ കമണ്ഡലിൻ്റെ തീർത്ഥാഗ്രം തടസ്സപ്പെട്ടതായി അറിഞ്ഞു. വാമനനെ തടസ്സപ്പെടുത്തുന്നതിന് ശുക്രാചാര്യർ കമണ്ഡലു ധാരാഗ്രത്തിൽ കീടമായി അടിഞ്ഞിരിപ്പായി. ഇത് ജ്ഞാനദൃഷ്ടിയിൽ കണ്ട വാമനൻ ദർഭപുലിൻ്റെ അഗ്രം കൊണ്ട് തടസ്സം അകറ്റി. ഇത് കൊണ്ടത് ശുക്രാചാര്യരുടെ കണ്ണിലായിരുന്നു. അങ്ങനെ അസുരഗുരു അന്നു തൊട്ട് ഒരു കണ്ണുപൊട്ടി പാതി അന്ധനായി. വാമനൻ മഹാബലിയുടെ മനസ്സളന്നു. ആദ്യത്തെ ഒരടി സമയം കൊണ്ട് അണ്ടകടാഹങ്ങൾ മുഴുവൻ അളന്നു തീർത്തു. വിജ്ഞാന പരീക്ഷണങ്ങളിൽ പരാജയപ്പെടുത്തിയെന്നർത്ഥം. 2ാമത്തെ അടിയാൽ ഭൗമാദി സർവങ്ങളും കാൽക്കീഴിലാക്കി. കാൽക്കീഴിലാക്കി എന്ന് പറയുമ്പോൾ മറ്റൊരാളേക്കാൾ മുകൾ തലത്തിലെത്തിയെന്നേ വിചാരിക്കേണ്ടതുള്ളൂ. 3ാമത്തെ ചുവടിന് എന്ത് എന്ന് വാമനൻ ചോദിച്ചു. ലോകത്തിൻ്റെ സമസ്തങ്ങളിലും പരാജയപ്പെട്ട ഞാൻ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണം തേടുന്നു. യമലോകമായ പാതാളത്തിലേക്ക് എൻ്റെ സമയം ആഗതമായിരിക്കുന്നു. 3ാമത്തെ അടി, അവിടുത്തെ തിരുവടി എൻ്റെ ശിരസിൽ ചേർത്തുകൊള്ളുക. മഹാബലി ശിരസ് നമിച്ചു. ഭക്തരുടെ യഥാർത്ഥ ലക്ഷ്യം വിഷ്ണുവാദമാണല്ലോ. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നാലും. മഹാബലി പത്നി വിന്ധ്യാവലി വാമനമൂർത്തിയെ തൊഴുതു നിന്നു. ഈ മഹാഭക്തിവിജ്ഞാനത്തെ നാടൻ ഭാഷയിൽ പ്രയോഗിച്ചപ്പോഴാണ് കുള്ളനായ വാമനൻ ആകാശം മട്ട വളർന്നുവെന്നും കുഴിയിലേക്ക് താഴുന്നതുപോലെ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയെന്നൊക്കെ ആയത്. അമ്മ പറഞ്ഞു നിർത്തി. അപ്പോൾ എനിക്ക് സംശയമായി. അങ്ങനെയെങ്കിൽ ഓണവും മാവേലിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഓണത്തിന് വെളിച്ചെണ്ണയ്ക്ക് ഒടിച്ചുണക്കിയ കൊപ്രാത്തുണ്ടുകൾ പൊലിപ്പായയിൽ മണ്ണ് കൊട്ടിക്കളഞ്ഞ് പായയുടെ മൂല ചേർത്ത് മടക്കി കൂട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു തുടങ്ങി. വിശ്വയാഗവേദിയിൽ വാമനനാൽ തോൽപ്പിക്കപ്പെട്ട ഇന്ദ്രസേനൻ എന്ന മഹാബലി പാതാളത്തിലേക്ക് പോകുന്നതിന് തയ്യാറായി കഴിഞ്ഞു. ആത്മാവിന് പാതാളത്തിലൂടെ മാത്രമേ സ്വർഗലോകത്തേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ പാതകളുടെയും അളമാണ് പാതാളം, ഭൂമിക്ക് താഴെയാണ്. എന്നാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനനിങ്കൽ നിന്ന് മോക്ഷം ലഭിച്ചതിനാൽ വിഷ്ണുപാദത്തിലേക്ക് മഹാബലി ചേരണം. അത് ശാശ്വതമാണ്. പിന്നീട് ജനന മരണാദികളില്ല. എന്നാൽ വിഷ്ണുഭക്തിയായ വിന്ധ്യാവലിയും മഹാബലി ഭക്തരായ മാവേലി നാട്ടിലെ പ്രജകളും മഹാബലിയെ പോകുവാൻ അനുവദിക്കാതെ വിഷ്ണുപൂജ ആരംഭിച്ചു. വിഷ്ണുപാദം പ്രാപിച്ച മഹാബലി ഭൂമിയിലുള്ള പുനർജീവിതം ആഗ്രഹിച്ചതുമില്ല. ഒടുവിൽ ശുക്രാചാര്യർ ഒരു ഉപായം കണ്ടെത്തി. ഭൂമിയിലെ 365 ദിവസം കൂടുന്നതാണല്ലോ പിതൃക്കളുടെ അഥവാ ആത്മാവിൻ്റെ ഒരു ദിവസം. ആ ദിവസം മഹാബലി തൻ്റെ പ്രജകളെ കാണുവാൻ വരട്ടെ, പ്രജകൾക്ക് സന്തോഷമാവട്ടെ. എന്നാൽ ഹിമവാന്റെ പുത്രിയും വിശ്വവിജ്ഞാനിയായ ധർമ്മിഷ്ഠൻ മഹാബലിയുടെ ഭാര്യയുമായ വിന്ധ്യാവലിക്ക് ഇത് സ്വീകാര്യമായില്ല. എല്ലാ പിതൃക്കളും ആണ്ടിലൊരിക്കൽ ഭൂമിയിലേക്ക് ബന്ധുദർശനത്തിനായി വരുന്നുണ്ടല്ലോ. എല്ലാ പിതൃക്കളെയും പോലെ ശ്രാദ്ധത്തിന് എത്തേണ്ടയാളാണോ അസുര ചക്രവർത്തിയും വിഷ്ണു ഭക്തനുമായ ഇന്ദ്രസേനൻ?
പുകൾപെറ്റ വിഷ്ണുപാദ സേവകനായ മഹാബലിക്ക് ഇന്ദ്രപദം ലഭ്യമായില്ല. ഇന്ദ്രപദത്തിന് തുല്യമായ പരിഗണന അദ്ദേഹത്തിന് വേണം. വിന്ധ്യാവലി ആവശ്യപ്പെട്ടു. വിഷ്ണുപാദം കാംക്ഷിക്കുന്ന മഹാബലിക്കും വിഷ്ണുഭക്തിയായ വിന്ധ്യാവലിക്കും ഉചിതമായ വരം നൽകുന്നതിന് വാമനൻ നിശ്ചയിച്ചു. വാമനൻ പറഞ്ഞു തുടങ്ങി: ഭൂമിക്കും ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും നവഗ്രഹങ്ങൾക്കും നവഗ്രഹങ്ങൾക്ക് അന്യോന്യവും പ്രപഞ്ച ചരാചരങ്ങളുമായി ബന്ധനമുണ്ട്. ആ ബന്ധനത്തിൽ നിന്നാണ് ജനന മരണങ്ങളും പുനർജന്മങ്ങളും പ്രാപഞ്ചിക നാശവിനാശങ്ങളും വന്നുചേരുന്നത്. നവഗ്രഹങ്ങൾ നിശ്ചിത നില കൈവരിച്ച് നിലനിൽക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഈ ബന്ധനച്ചരട് പൊട്ടിച്ചെറിഞ്ഞാലേ വിഷ്ണുപാദം പ്രാപ്തമാകൂ. വിഷ്ണുപാദം പ്രാപ്യമായാൽ പിന്നെ ജനന മരണാദികളുമില്ല. നവഗ്രഹങ്ങളുമായുള്ള ആത്മബന്ധനച്ചരട് പൊട്ടിയാൽ പിന്നീട് ജന്മവുമായുള്ള ബന്ധമറ്റും മോക്ഷമായി. നവഗ്രഹങ്ങളും സർവചരാചരങ്ങളും മോക്ഷത്തിലേക്കുള്ള പാതകളും എല്ലാ പാതകളുടെയും അളമായ പാതാളവും വിഷ്ണുപാദത്തിൽ തന്നെയാണുള്ളത്. ആയതിനാൽ ഓരോ ഗ്രഹങ്ങളെയും യഥാവിധി പൂജിച്ച് മഹാബലിക്ക് കടന്നു വരുന്നതിന് പുനർചാലകം നിർമ്മിക്കുക. നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ഇത്രയും പറഞ്ഞ് അനുഗ്രഹിച്ച് ചക്രവർത്തി തുല്യമായ പരിഗണനയോടെ മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ച് വാമനൻ അപ്രത്യക്ഷനായി. വിന്ധ്യാവലിയും പ്രജകളും മഹാബലിയുടെ പുനർവരവിന് കളമൊരുക്കുവാൻ നവഗ്രഹങ്ങളുടെ ബന്ധന പുനർചക്രത്തിനുതകുന്ന പൂജാക്രമങ്ങൾ വിധിപൂർവം ആരംഭിച്ചു. അവർ പൂജാപുഷ്പങ്ങൾ നടന്ന് ശേഖരിച്ചു. ഓരോ ഗ്രഹങ്ങൾക്കും അവയുടെ ഭ്രമണപാതകൾക്ക് യോജ്യമായ വിധം സ്വയം ഭ്രമണം ചെയ്ത് അവർ പൂജകൾ ചെയ്തു. എല്ലാ പൂജകളും അഭിമുഖമായി ഇരുന്നുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. ഇവർ ഭ്രമണമാർഗത്തിൽ സ്വയം വൃത്താകാരത്തിൽ പൂജാമാർഗം ചമിച്ചു. തൽഫലമായി ഓരോ ഗ്രഹങ്ങൾക്കുമുള്ള പൂജ അർച്ചനയോടൊപ്പം ഓരോ വൃത്തങ്ങളായി പരിണമിച്ചു. അങ്ങനെ ദീർഘനാളുകളിലെ മഹാപൂജ നവഗ്രഹങ്ങൾക്കുള്ള 9 തരം പൂവുകൾ കൊണ്ടുള്ള 9 വൃത്തങ്ങളുള്ള പൂക്കളം പോലെ പരിണമിച്ചു. ഒരുപക്ഷെ ഇതിൽ നിന്നായിരിക്കാം വൃത്തവും പൂജ്യവും സൃഷ്ടിക്കപ്പെട്ടത്. അതെന്തു തന്നെയായാലും ഗണിതശാസ്ത്ര ലോകത്തിന് പൂജ്യം എന്ന ആശയം സൃഷ്ടിച്ചു നൽകിയത് ഭാരതമാണ് എന്നതിൽ ലോകത്തിന് സംശയമേയില്ല. നവഗ്രഹ പൂജകൾ കഴിഞ്ഞപ്പോൾ വാമന പൂജയും മഹാബലി പൂജയും തുടങ്ങുകയായി. വിഷ്ണുപാദത്തിങ്കൽ നിന്ന് വിശ്വപാതയിലേക്ക് കടക്കുന്നതിനുള്ള ബലം മാവേലി തമ്പുരാന് സ്വായത്തമാക്കപ്പെട്ടു. മന്നിടത്തെങ്കിലേക്ക് കടക്കുന്ന വീതിയിൽ ഇന്ദ്രസേനോടൊപ്പം വാമനമൂർത്തിക്ക് വിഷ്ണുനാമത്തിങ്കൽ തുമ്പപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തു. വിശ്വബലവാനായ ഇന്ദ്രസേനൻ അങ്ങനെ മഹാബലി എന്നറിയപ്പെട്ടു. അങ്ങനെ തിരുവോൻ അണയുന്ന ദിവസം തിരുവോണമായി. ഓൻ എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ എന്നാണല്ലോ. അതായത് ഈശ്വരനോടൊപ്പം ഈശ്വരന് തുല്യനായി അവൻ പ്രജകളെ കാണാൻ വരുന്ന ദിവസം തിരുവോണമായി. അങ്ങനെ പിന്നീട് അത്തം മുതൽ 9 ദിവസം 1 മുതൽ 9 ചുറ്റുള്ള പൂക്കളവും 10-ാം ദിവസം മുറ്റം ശുദ്ധി ചെയ്ത് തുമ്പപ്പൂക്കളാൽ അർച്ചന ചെയ്ത് വാമനമൂർത്തിയെ കുടിയിരുത്തി മാവേലി തമ്പുരാനെ എതിരേൽക്കുന്നു. അത്ത് എന്ന വാക്കിന് ഈശ്വര സമക്ഷം രാജാവ് സമക്ഷം എന്നൊക്കെയാണല്ലോ അർത്ഥം. അത്ത് അധികം അം സമം അത്തം. അത്തം എന്ന പ്രയോഗത്തിലൂടെ രാജാവിങ്കൽ തുടങ്ങി തിരുവോൻ എന്ന വലിയ ദൈവത്തെ പ്രകീർത്തിച്ച് തിരുവോണത്തിലെത്തിയ അമൂല്യ മാതൃകയാണ് തിരുവോണം. അതങ്ങനെ തന്നെ തുടരുന്നു. ആർപ്പ് വിളിച്ച് വായ്ക്കുരവിയിട്ട് മാവേലി തമ്പുരാൻ്റെ പ്രജകൾ പാടി: മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. വാമനനും മാവേലിയും പിന്നെ തിരുവോണവും അമൂല്യമായ പ്രജാസ്നേഹ മാതൃക തിരുവോണം. അമ്മ പറഞ്ഞു നിർത്തി. കാലം പിന്നെയും ഒരുപാട് ഓണസദ്യ വിളമ്പി. അമ്മയ്ക്ക് വാർദ്ധക്യവും എന്നിലേക്ക് ഓണമെന്ന ചിന്താഗതികളും ഏറിയേറി വന്നു. എന്നാൽ അമ്മയുടെ തലയിലെ മുടിയിഴകളും കാലത്തിൻ്റെ മുറ്റത്തെ തുമ്പപ്പൂക്കളും കുറഞ്ഞുകൊണ്ടേയിരുന്നു. വാർദ്ധക്യത്തിൻ്റെ താങ്ങുവടിയും കുത്തിവന്ന അമ്മയോട് പിന്നീടൊരിക്കൽ ഓണത്തിന് ഞാൻ ചോദിച്ചു: അമ്മയ്ക്ക് ഈ മഹാമാഹാത്മ്യങ്ങളൊക്കെ എവിടുന്ന അമ്മയെ കിട്ടിയത്? ഉടൻ വന്നു മറുപടി: ഭാഗവതം വായിച്ചു നോക്കടാ, എന്നിട്ട് പുരാണം പഠിക്കേ. കാലം ഒരുപാട് പിന്നെയും കടന്നുപോയി. അമ്മയും പോയി. കാലത്തിൻ്റെ മുറ്റത്ത് മാവേലി തമ്പുരാൻ പിന്നെയും വന്നുപോയി. അമ്മയുടെ ശ്രാദ്ധങ്ങളും. പുരാണങ്ങൾ വായിച്ചും കേട്ടും ചോദിച്ചും
ശേഖരങ്ങളിൽ തിരഞ്ഞും അറിഞ്ഞ വാമന മഹാബലി പുരാണങ്ങൾ ഞാൻ മനസ്സിലാക്കി. മഹാഭാരതം, അഗ്നിപുരാണം, കൂർമ്മപുരാണം, നാരദപുരാണം, ഭവിഷ്യപുരാണം, ഭാഗവതപുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, പത്മപുരാണം, മത്സ്യപുരാണം, വാമനപുരാണം, വായുപുരാണം, സ്കന്ദപുരാണം, ഹരിവംശപുരാണം ഇവകളിലൊക്കെ മഹാബലിയുടെയും വാമനൻ്റെയും കഥ വിവരിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഇത്രയും പുരാണങ്ങളിൽ പ്രതിപാദ്യമുള്ള വാമന മഹാബലി ആഘോഷങ്ങൾ എങ്ങനെ മലയാളക്കരയിൽ മാത്രം ഒതുങ്ങി? നമ്മൾ ഘോഷിക്കുന്ന ഓണവും മഹാബലിയും പുരാണങ്ങളിലെ മഹാബലിയും ഒന്നു തന്നെയാണോ? ചരിത്രകാരന്മാർ ഇപ്പോഴും തർക്കത്തിലാണ്. മഹാബലിയുടെ ബാണാസുരൻ്റെ പിന്മുറക്കാരാണ് ഒന്നാം ചേര സാമ്രാജ്യവും രണ്ടാം ചേര സാമ്രാജ്യവുമെന്ന് സംഘകാല സാഹിത്യങ്ങളിൽ നിന്ന് വർണ്ണ വാങ്മയ കൂട്ടുകളിൽ ഒഴുകിത്തുളമ്പി മഹാബലിപുരത്തും തൃക്കാക്കരയിലും എത്തി നിൽക്കുന്ന ചരിത്രവും നാട്യശീലികളും പരതുന്നവർ പറയുന്നുണ്ട്. കൊങ്കിളം കോവരജർ എന്ന ചേര രാജാവാണ് മഹാബലി എന്ന് കരുതുന്നു. തൃക്കാക്കര ആസ്ഥാനമായി ഇവർ ഭരണം നടത്തിയിരുന്നു. മഹാബലി എന്ന സ്ഥാനപ്പേര് ഇവർ സ്വീകരിച്ചതായി പറയപ്പെടുന്നു. എന്തുതന്നെ ആയാലും ഓണം അതൊന്ന് വേറെ തന്നെ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി